ഹലോ ഫ്രണ്ട്സ്, മെക്കീസി എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എസ് വൈ മെക്കാനിക്കലിൻ്റെ സബ്ജക്റ്റായ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അതിൻ്റെ ആറാമത്തെ മൊഡ്യൂളിൽ ഒരു ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ലീഡർഷിപ്പ് എന്താണ്, പിന്നെ എന്താ പറയുക, പിന്നെ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡയമെൻഷൻ, ബിഹേവിയർ, ടൈപ്സ്, സ്റ്റൈൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ആറാമത്തെ മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന കാര്യമാണ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ലീഡർഷിപ്പിനെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് തിയറീസ് ഉണ്ട്. ആ തിയറീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ടെക്സ്റ്റിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ റെഫർ ചെയ്ത ടെക്സ്റ്റെല്ലാം വളരെ ലെങ്തി ആയിട്ടുള്ള നോട്ട്സിനെല്ലാം ഞാനൊന്ന് ചുരുക്കി എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനൊന്ന് എഴുതിയതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഡിലേ ആവാൻ കാരണം. ചിലപ്പോൾ മാത്രമേ ബാക്കിയുള്ള വീഡിയോസ് എത്രത്തോളം ഡിലേ ആവും, എത്ര വീഡിയോ ഇടാൻ പറ്റും, എത്ര മൊഡ്യൂളിൻ്റെ വീഡിയോ ഇടാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴും അൺപ്രഡിക്റ്റബിളായിട്ട് തന്നെ നിൽക്കുകയാണ്. ഡിലേ ആയോട് അതുകൊണ്ട് ഞാനൊരു ക്ഷമ നേരത്തെ അങ്ങ് ചോദിക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ തിയറീസ് ഓഫ് ലീഡർഷിപ്പാണ് പറയുന്നത്. തിയറീസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് തിയറീസാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ഈ തിയറീസ് എന്ന് പറയുന്നത് ഈച്ച് അതർ കോംപ്ലിമെൻറ്റ്സ് ആണ്. അതായത് തമ്മിൽ ബന്ധമുള്ളതാണ്. അതായത് ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്, ലീഡർഷിപ്പിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. തമ്മിലൊരു ബന്ധമുള്ള തിയറീസാണ് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നമുക്ക് മെയിനായിട്ട് 4 ടൈപ്പ് തിയറിയാണ് പഠിക്കാനുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 3 എണ്ണമാണ്. ട്രൈറ്റ് തിയറി, ബിഹേവിയർ തിയറി, സിറ്റുവേഷൻ അല്ലെങ്കിൽ കോണ്ടിജൻസി തിയറി, കോണ്ടംപററി തിയറി. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്ന കാര്യമെന്ന് പറയുന്നത് ട്രൈറ്റ് തിയറി, ബിഹേവിയറൽ തിയറി, പിന്നെ സിറ്റുവേഷണൽ അല്ലെങ്കിൽ കണ്ടിജൻസി തിയറി എന്ന് പറയുന്ന തിയറീസാണ് നമ്മൾ എക്സാമിലെല്ലാം കണ്ടുവരുന്നത്. കാരണം കോണ്ടംപററി തിയറിയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു ടോപ്പിക്ക് മാത്രമാണ്. അത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ട്രൈറ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ട്രൈറ്റ് തിയറി എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ട്രൈറ്റ് തിയറി, ദ ലീഡേഴ്സ് ഫോളോ ബോത്ത് ദെയർ മൈൻഡ് ആൻഡ് ഹാർട്ട്. അവരുടെ ലീഡേഴ്സ് എന്താണ്, അവരുടെ മനസ്സ് പറയുന്നതും ഹൃദയം പറയുന്നതും എന്ത് ചെയ്യുന്നു, ലീഡേഴ്സ് മനസ്സിലാക്കുന്നു. ഓക്കെ. ട്രൈറ്റ് തിയറി ബിലീവ് ദാറ്റ് ലീഡേഴ്സ് ആർ ബോൺ നോട്ട് ബെയ്ഡ്. ട്രൈറ്റ് തിയറി എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ലീഡേഴ്സ് എന്ന് പറയുന്നത് ജനിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരാളെ ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് ലീഡറാക്കി മാറ്റാൻ പറ്റില്ല. പക്ഷേ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിലെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവേണ്ടതാണെന്നുള്ളത് ട്രൈറ്റ് തിയറി വിശ്വസിക്കുന്നു. ദ ട്രൈറ്റ്സ് ഓഫ് എ ഗുഡ് ലീഡർ ആർ ബിൽറ്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ആൻഡ് കനോട്ട് ബി അക്വയർഡ് ത്രൂ എനി ട്രെയിനിങ്. ഒരു ലീഡർ ആവാനുള്ള ഒരാളുടെ കഴിവ് അല്ലെങ്കിൽ അയാളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അയാൾ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവത്തിൽ ഇൻബിൽട്ടായിട്ട് വരേണ്ടതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത്. അല്ലാണ്ട് ട്രെയിനിങ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രാക്ടീസിലൂടെ ഒരു ഇൻഡിവിജ്വലിന് നേടാവുന്നതല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ട്രൈറ്റ്സ് ഓഫ് എ ഗുഡ് ലീഡർ. It can be observed that there is always some similarity in the personality and characteristics of effective and great leaders. നമ്മുടെ ചരിത്രത്തിലുള്ള എഫക്റ്റീവായിട്ടുള്ള ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെയൊക്കെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ദർ ആർ സം സിമിലാരിറ്റി ഇൻ ദെയർ പേഴ്സണാലിറ്റി. അവരുടെ വ്യക്തിത്വത്തിലും പിന്നെ സ്വഭാവത്തിലും ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് സിമിലാരിറ്റി കാണാം, അല്ലേ? നമ്മളൊരു 2 ലീഡേഴ്സിനിപ്പം സ്റ്റീവ് ജോബ്സ് ഒരു ലീഡറാണ്, മാത്രമല്ല മഹാത്മാഗാന്ധി ഒരു ലീഡറാണ്. അവരുടെ 2 പേരുടെയും ജീവിത സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും ചെറിയ സിമിലാരിറ്റീസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞതാണ് നമ്മുടെ ട്രൈറ്റ് തിയറിനെ അല്ലെങ്കിൽ ട്രൈറ്റ് അപ്രോച്ച് ലീഡർഷിപ്പിനെ കുറിച്ച് പറയാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ള കാര്യങ്ങൾ. നമുക്കിനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ടൈപ്സ് നമ്മൾ പറഞ്ഞിരിക്കണം, അല്ലേ? ഇത് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. സ്റ്റോഡ്ഗിൽസ് ട്രൈറ്റ് ഫാക്ടേഴ്സും പിന്നെ വരുന്നത് ഗിസെല്ലീസ് പേഴ്സണൽ ട്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഓഫ് ട്രൈറ്റ് തിയറീസ് ആണ് റിലവൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന സ്റ്റോഡ്ഗിൽസ് ട്രൈറ്റ് ഫാക്ടേഴ്സാണ്. ഇത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് റാൾഫ് സ്റ്റോഡ്ഗിൽ എന്ന് പറയുന്ന ആളാണ്. അക്കോർഡിംഗ് ടു റാൾഫ് സ്റ്റോഡ്ഗിൽ, ലീഡേഴ്സ് ഹാവ് വേരിയസ് ട്രൈറ്റ്സ് ലൈക്ക് സ്കോളർഷിപ്പ്, ഇൻ്റലിജൻസ്, കൺസിസ്റ്റൻസി, ആക്റ്റീവ്നെസ്, സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് സോഷ്യോ എക്കണോമിക് പൊസിഷൻ. റാൾഫ് സ്റ്റോഡ്ഗിലിൻ്റെ ഒരു ഇത് പ്രകാരം അല്ലെങ്കിൽ
തിയറി പ്രകാരം ലീഡേഴ്സിന് എന്തെല്ലാം ഉണ്ട്? സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കണം, ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻസി, ആക്റ്റീവ്നെസ്, സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് സോഷ്യോ ഇക്കണോമിക് പൊസിഷൻ. ഇത്രയും ഉള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ലീഡർ ആവാൻ ബെസ്റ്റ്, അല്ലെങ്കിൽ ലീഡർ ആവാനുള്ള ട്രെയ്റ്റ്സ് ഉള്ള ആളാണെന്ന് ആര് പറഞ്ഞു? റാൾഫ് സ്റ്റോഡ്ഗിലിൻ്റെ ഈ സ്റ്റോഡ്ഗിൽ തിയറിയിലൂടെ പറയുന്നു. എ ലീഡർ ഷുഡ് ഓൾസോ ഹാവ് കോപ്പറേഷൻ, പെർസീവറൻസ്, ഇൻവെൻറ്റീവ്നെസ്, എബിലിറ്റി ടു ഫൈൻഡ് സൊല്യൂഷൻ, സെൽഫ് അഷുറൻസ്, ഇൻസൈറ്റ്, അറ്റൻറ്റീവ്നെസ്, അട്രാക്റ്റീവ്നെസ്, വെർബൽ ഫെസിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ലീഡറിന് ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആ ഫാക്ടേഴ്സ് മാത്രമല്ല, പെർസീവറൻസ്, കോപ്പറേഷൻ, ഇൻവെൻറ്റീവ്നെസ്, പുതിയൊരു കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ആ ഒരു കഴിവ്, എബിലിറ്റി ടു ഫൈൻഡ് സൊല്യൂഷൻ, ഓരോ പുതിയ പ്രോബ്ലം വരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള കഴിവ്, പിന്നെ വെർബൽ ഫെസിലിറ്റി, അട്രാക്റ്റീവ്നെസ്, അറ്റൻറ്റീവ്നെസ്, പിന്നെ ഫ്ലെക്സിബിലിറ്റി. ഇതെല്ലാം ആർക്ക് വേണം? ഒരു ഗുഡ് ലീഡറിന് ഈ ട്രൈറ്റ്സ് എല്ലാം ആവശ്യമുള്ളതെന്നും പറയുന്നു. ലീഡേഴ്സ് ആർ ദോസ് ഹു ഹാവ് ബെറ്റർ ജഡ്ജ്മെൻറ്റ് പവർ ആൻഡ് ആർ ഇൻവോൾവ് ഇൻ സോഷ്യൽ ഇവൻറ്റ്സ്. എന്ന് വെച്ചാൽ എന്താണ്? സോഷ്യൽ ഇവൻറ്റ്സ്, അതായത് സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അതിൽ കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻറ്റ് പവർ, ആ ഒരു പ്രോബ്ലത്തെ നല്ലപോലെ ജഡ്ജ് ചെയ്ത് ആ ജഡ്ജ്മെൻറ്റ് പവറിലൂടെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതും ആരുടെ ട്രൈറ്റാണ്? നല്ലൊരു ലീഡറിൻ്റെ ട്രൈറ്റാണെന്ന് സ്റ്റോഡ്ഗിൽസ് തിയറി ഫാക്ടേഴ്സിലൂടെ പറയുന്നു. ദ ഇമ്പോർട്ടൻറ്റ് ട്രൈറ്റ്സ് പൊസസ്ഡ് ബൈ ആൻ എഫക്റ്റീവ് ലീഡർ ആർ ആസ് ഫോളോസ്. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള ഒരു ലീഡർ പൊസസ് ചെയ്യുന്ന കുറച്ച് ട്രൈറ്റ്സ് എന്തൊക്കെയാണെന്നാണ് താഴേക്ക് പറയുന്നത്. ഒന്നാമത് പറയുന്ന കാര്യമാണ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ സാമാന്യമായ ബുദ്ധി, അതിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഗുഡ് ലീഡേഴ്സിന് എപ്പോഴും എന്തായിരിക്കണം? ഒരു സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ സാമാന്യ ബോധം ഉണ്ടായിരിക്കണം. ദേ ഷുഡ് കൺസിഡർ വേരിയസ് ആസ്പെക്റ്റ് ആൻഡ് പ്രോബ്ലംസ് വിത്ത് എ ഡിഫറെൻറ്റ് ഔട്ട്ലുക്ക്. എന്തൊരു പ്രോബ്ലം ആയാലും എന്തൊരു ആസ്പെക്റ്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഒരു ലീഡർ എന്തിരിക്കണം? അതിനൊരു ഡിഫറെൻറ്റ് ഔട്ട്ലുക്കിലൂടെ കണ്ടിരിക്കണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അതിൽ കൊണ്ടുവന്നിരിക്കണം എന്നുള്ളതാണ്. ദേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് ക്ലിയർലി, അനലൈസ് ദം ആക്യുറേറ്റ്ലി ആൻഡ് ദെൻ യൂസ് ദെയർ സയൻറ്റിഫിക് എബിലിറ്റി ടു സോൾവ് ദിസ് പ്രോബ്ലം. അല്ലെങ്കിൽ ഒരു ഗുഡ് ലീഡർ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ കൃത്യമായിട്ട് അറിയുകയും അറിഞ്ഞതിന് ശേഷം ആ പ്രോബ്ലത്തിനെ ജസ്റ്റ് അനലൈസ് ചെയ്യുകയും ആക്യുറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുകയും അതിനുശേഷം അയാളുടെ സയൻറ്റിഫിക് എബിലിറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ലീഡറിൻ്റെ സയൻറ്റിഫിക് എബിലിറ്റി വെച്ചിട്ട് ആ പ്രോബ്ലത്തിന് തക്കതായ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇൻ്റലിജൻസിൽ പറയേണ്ടത്. രണ്ടാമത് വരുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേക്കും പുറമേയുള്ള കാഴ്ച, അപ്രോപ്രിയേറ്റ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ഹൈറ്റ്, വെയ്റ്റ്, അപ്പിയറൻസ്, ഹെൽത്ത് എക്സെട്ര അലോങ് വിത്ത് മെച്യൂരിറ്റി. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല, ഒരു മെൻ്റൽ മെച്യൂരിറ്റി കൂടെ വേണം ഒരു ഗുഡ് ലീഡറിന്. അത് ആ ഒരു ഗുഡ് ലീഡറിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ലീഡറിൻ്റെ പേഴ്സണാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദീസ് ഫീച്ചേഴ്സ് പ്ലേ എ കീ റോൾ ഇൻ എഫക്റ്റീവ്നെസ് ഓഫ് എ ലീഡർ. ഒരു ലീഡറിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നല്ലപോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നത് ഇന്നർ മോട്ടിവേഷൻ ഡ്രൈവ്. ഇന്നർ മോട്ടിവേഷൻ ഡ്രൈവ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഉൾക്കാഴ്ച ഉണ്ടാവണം, അല്ലെങ്കിൽ വെൻ ദേ ക്യാൻ ഇനിഷ്യേറ്റ് ദെയർ ആക്ടിവിറ്റീസ് എഫക്റ്റീവ്ലി ആൻഡ് സാറ്റിസ്ഫൈ ദെയർ ഇന്നർ ഡ്രൈവ്. അയാളൊരു മൂവ്, അല്ലെങ്കിൽ ഒരു ലീഡർ അയാളുടെ ഒരു മൂവ് ഫോളോവേഴ്സിനേക്ക് കൊടുക്കുകയാണ്, അയാളൊരു മൂവ്മെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് എന്ത് ചെയ്തിരിക്കണം? അയാളുടെ ഉള്ളിലുള്ള ഒരു വിഷനെ അയാൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, ഒരു ഇന്നർ ഡ്രൈവിനെ അയാൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇന്നർ മോട്ടിവേഷൻ ഡ്രൈവ് ഉള്ള ഒരാളായിരിക്കണം ഒരു ഗുഡ് ലീഡർ. ഒരു ഗുഡ് ലീഡർ എപ്പോഴും ഒരു ഇന്നർ മോട്ടിവേഷൻ ഡ്രൈവ് ഉണ്ടായിരിക്കുന്ന ആളായിരിക്കണം. ദേ ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്റ്റേണൽ മെറ്റീരിയലിസ്റ്റിക് റിവാർഡ്സ്. അയാൾക്ക് ഒരുപാട് റിവാർഡ്സ് കൊടുത്തെന്ന് കരുതിയോ, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കൊടുത്തെന്ന് കരുതിയോ ഒരിക്കലും ഒരു മോട്ടിവേഷൻ ഡ്രൈവ് അയാളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓക്കെ, അത് താനെ ഉണ്ടാവേണ്ടതാണ്. നാലാമത് വരുന്ന മെച്യൂരിറ്റിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെച്യൂരിറ്റി എന്ന് പറയുമ്പോഴേക്കും ഗുഡ് ലീഡേഴ്സിന് എപ്പോഴും ഒരു ടോളറൻസ് ഉണ്ടാവണം. അതായത് ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു സഹനത്തോടെ കേട്ട് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അല്ലാണ്ട് ഒരു പ്രോബ്ലം കേട്ട് കഴിഞ്ഞാൽ ചാടിക്കുട്ടി അടിക്കുക എന്നുള്ളതൊരു ലീഡർഷിപ്പിൻ്റെ ഒരു നല്ല ക്വാളിറ്റി അല്ല എന്നാണ് പറയുന്നത്. ദേ ഷുഡ് ഹാവ് ദ ക്യാപ്പബിലിറ്റി ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ വിത്ത് ദെയർ ബാലൻസ്ഡ് ടെമ്പർമെൻറ്റ്. ഏതൊരു സിറ്റുവേഷൻ ആയാലും അയാളുടെ ടെമ്പർ തെറ്റാതെ തന്നെ എന്ത് ചെയ്യണം? അയാൾ ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യണം, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അഞ്ചാമത് വരുന്നത് വിഷൻ ആൻഡ് ഫോർസൈറ്റ്. ഇത് ഏകദേശം 10 വരുന്നുണ്ട്. വേരിയസ് ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ്സ് പൊസസ്ഡ് ബൈ ആൻ എഫക്റ്റീവ് ലീഡർ. ഒരു 10 പോയിൻറ്റ്സാണ് വരുന്നത്. അപ്പോൾ അതിൽ അഞ്ചാമത്തെ പറയുന്നതാണ് വിഷൻ ആൻഡ് ഫോർസൈറ്റ്. കാഴ്ചയും അല്ലെങ്കിൽ ഉൾക്കാഴ്ച, ഒരു നേർക്കാഴ്ചയും. അതായത്
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ നമ്മൾ നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് എല്ലാം അയാൾ നേരിൽ കാണണം, അല്ലെങ്കിൽ അത് ഉള്ളിൽ കാണണം. ഹി ഓർ ഷീ പ്രീ പ്ലാൻസ് ദ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് ദാറ്റ് ഹീ വിൽ യൂസ് ഇൻ ഓർഡർ ടു ഹാൻഡിൽ ദി സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷനിലും അയാൾ ചെയ്യേണ്ട പ്രൊസീജിയർ, പോളിസീസ് എന്ത് ചെയ്യണം, അയാൾ ഉള്ളിൽ മെനഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു ലീഡറിൻ്റെ പ്രധാനപ്പെട്ട ട്രെയ്റ്റാണ്. ആറാമത് വരുന്നതാണ് അക്സെപ്റ്റൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അക്സെപ്റ്റൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അയാളിൽ നിക്ഷിപ്തമായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് അയാൾ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. എ ഗുഡ് ലീഡർ ഷുഡ് ബി റെഡി ടു അക്സെപ്റ്റ് അല്ലെങ്കിൽ ടേക്ക് എനി റെസ്പോൺസിബിലിറ്റി. അയാളിലേക്ക് കൊണ്ടുതരുന്ന റെസ്പോൺസിബിലിറ്റി എപ്പോഴായാലും അയാൾ എന്ത് ചെയ്തിരിക്കണം, ഏറ്റെടുത്തിരിക്കാൻ തയ്യാറായിരിക്കണം ഒരു ഗുഡ് ലീഡർ. ഹി ഓർ ഷീ ഷുഡ് ബി അവെയർ ഓഫ് ദ ആക്ഷൻസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഹിസ് സ്റ്റെപ്പ്. ഒരു റെസ്പോൺസിബിലിറ്റി തന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു ഫസ്റ്റ് മൂവ് എടുക്കുമ്പോഴേക്കും അതിൽ കൂടെ ഉണ്ടാവുന്ന അതിൽ ഒരു ആക്ഷൻ എടുക്കുമ്പോഴേക്കും അതിൽ കൂടെ ഉണ്ടാവുന്ന ആക്ഷൻസിനും റിയാക്ഷൻസിനും കോൺസിക്വൻസസിനും അതിനൊരു എന്തുണ്ടാവണം, ഒരു വിഷൻ ഉണ്ടാവണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ദിസ് ഡെപ്പിക്സ് ദ റിലയബിലിറ്റി ഓഫ് ദ ലീഡർ. ഇത് ലീഡറിൻ്റെ വിശ്വാസ്യതയെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യവും പ്രത്യേകതയാണ്. ഏഴാമത് വരുന്നത് ഓപ്പൺ മൈൻഡ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. എന്ന് വെച്ചാൽ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം, എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ഫോളോവേഴ്സുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അതോറിറ്റീസുമായിട്ടോ നമ്മൾ ഷെയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഹി ഓർ ഷീ ഷുഡ് ബി അഡാപ്റ്റിംഗ് ഹിംസെൽഫ് ഫോർ ചേഞ്ചിങ് സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷൻ മാറും തോറും അയാൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ഗുഡ് ലീഡർ എന്ത് ചെയ്തിരിക്കണം, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറാൻ തയ്യാറായിരിക്കേണ്ടതാണ് എന്നുള്ളത് കാര്യം ഒരു പ്രത്യേകതയാണ്. എട്ടാമത് വരുന്ന സെൽഫ് കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴേക്കും ഒരു ലീഡർ എന്തിനാണ് വരുന്നത്, അയാളുടെ പുറകിലുള്ള അല്ലെങ്കിൽ അയാളെ വിശ്വസിച്ച് ജോലി ചെയ്യുന്ന ഫോളോവേഴ്സിന് എന്ത് ചെയ്യണം, കോൺഫിഡൻസും എല്ലാ കാര്യങ്ങളും കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ലീഡറിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ അതിന് അയാളുടെ തന്നെ സെൽഫ് കോൺഫിഡൻസ് എന്തിനാണ് ആവശ്യമാണ്. ദ ക്ലാരിറ്റി ഓഫ് കോൺസെപ്റ്റ്സ് ഇൻക്രീസസ് ഹിസ് സെൽഫ് കോൺഫിഡൻസ്. അയാൾക്ക് നിക്ഷിപ്തമായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയുടെ കോൺസെപ്റ്റ് എന്താവുന്നു, അയാളുടെ ക്ലാരിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് ക്ലിയർ ആകുമ്പോഴേക്കും എന്താവുന്നു, അയാളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അടുത്തത് വരുന്നത് ഹ്യൂമൻ റിലേഷൻ ആറ്റിറ്റ്യൂഡ്സ്. അതായത് എന്താണ്, മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. ദ ലീഡർ ഷുഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് ഓഫ് ഫോളോവേഴ്സ് ആൻഡ് പ്രയോറിറ്റൈസ് ദം ഇൻ ഓർഡർ ടു ഗെയിൻ ദ സപ്പോർട്ട് എന്നാണ്. അയാളുടെ ഫോളോവേഴ്സിൻ്റെ പ്രോബ്ലംസ് ഓരോന്നോരോന്നായിട്ട് അയാൾ അറിഞ്ഞിരിക്കണം. അയാൾ എന്ത് ചെയ്തിരിക്കണം, അതിന് പ്രയോറിറ്റി കൊടുത്ത് അയാളുടെ സപ്പോർട്ട് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഫോളോവേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തിരിക്കണം, അതിന് പ്രയോറിറ്റി കൊടുത്തിരിക്കണം. എ ലീഡർ ഷുഡ് മെയിൻറ്റെയിൻ എ ഗുഡ് ഹ്യൂമൻ റിലേഷൻ ആൻഡ് ഗിവ് പ്രിഫറൻസ് ടു ഹ്യൂമൻ റിലേറ്റഡ് ഇഷ്യൂസ്. അതെന്താണ്, ഒരു നല്ല ഹ്യൂമൻ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ഹ്യൂമൻ റിലേറ്റഡ് ഇഷ്യൂസിൽ നല്ലവണ്ണം ഇടപെടുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. അവസാനമായിട്ട് വരുന്ന ഫെയർനെസ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി. അതായത് എന്താണ്, ഒരു ലീഡർ എന്ന് പറയുന്നത് ഓണസ്റ്റ് ആയിരിക്കണം, ലോഫുൾ ആയിരിക്കണം, ലോയലായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഹി ഓർ ഷീ ഷുഡ് ഫോളോ ദ ഇക്വിറ്റി എമംഗ് ഫോളോവേഴ്സ്. എല്ലാ ഫോളോവേഴ്സിനും അയാൾ ഈക്വലായിട്ട് കാണുക എന്നുള്ളതും ഇതിൽ വരുന്നതാണ്. അതെന്താണ്, ഫെയർനെസ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഈ 10 നമ്മുടെ എഫക്റ്റീവ് ലീഡർഷിപ്പിന് വേണ്ട വേരിയസ് ട്രെയ്റ്റ്സ് എന്ന് ആര് പറയുന്നത്, സ്റ്റോട്ട് ഗിൽ പറയുന്ന വേരിയസ് ട്രെയ്റ്റ്സ് ആണ് ഇതിൽ പറയുന്നത്. സോ ഇത്രയുമാണ് സ്റ്റോട്ട് ഗിൽസ് ട്രെയ്റ്റ് തിയറി അല്ലെങ്കിൽ ട്രെയ്റ്റ് അപ്രോച്ച് ഓഫ് സ്റ്റോട്ട് ഗിൽ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗിസെല്ലിസ് പേഴ്സണൽ ട്രെയ്റ്റ്സ് ആണ്. അതായത് ഗിസെല്ലി പറയുന്ന പ്രകാരം അല്ലെങ്കിൽ ഗിസെല്ലിയുടെ തിയറി പ്രകാരം there exists a സ്ട്രോങ് റിലേഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ട്രെയ്റ്റ്സ് ആൻഡ് ലീഡർഷിപ്പ്. ഒരു ലീഡർ ആവണമെങ്കിൽ അയാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അയാളുടെ പേഴ്സണൽ ട്രെയ്റ്റ്സും തമ്മിൽ എന്തുണ്ട്, ഒരു ചെറിയ ബന്ധമുണ്ട്. ദ പേഴ്സണാലിറ്റി ആൻഡ് മോട്ടിവേഷണൽ ട്രെയ്റ്റ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതാണെന്താണ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡർ ആവേണ്ട ഒരു ഇൻഡിവിജ്വലിൻ്റെ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയും മോട്ടിവേഷണലുമായിട്ടുള്ള ട്രെയ്റ്റ്സ് അയാൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യവും ഇതിൽ പറയുന്നുണ്ട്. ഗിസെല്ലി ഡിസ്കവേർഡ് 6 ട്രെയ്റ്റ്സ് ദാറ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ മേക്കിംഗ് ലീഡർഷിപ്പ് എഫക്റ്റീവ്. ലീഡർഷിപ്പ് എഫക്റ്റീവ് ആക്കാനുള്ള 6 ട്രെയ്റ്റ്സ്, പേഴ്സണൽ ട്രെയ്റ്റ്സ് എന്ത് ചെയ്തു, ഗിസെല്ലി കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അതിലൊന്നാമത്തെയാണ് സൂപ്പർവൈസറി എബിലിറ്റി. എന്താണ് സൂപ്പർവൈസറി എബിലിറ്റി? അതായത് എന്താണ്, എബിലിറ്റി ബൈ വിച്ച് എ ലീഡർ ക്യാൻ ഗെറ്റ് ഹിസ് വർക്ക് ഡൺ ബൈ ജൂനിയേഴ്സ് ഓർ അതേഴ്സ്. അയാളുടെ ഫോളോവേഴ്സിനെ കൊണ്ടോ ജൂനിയേഴ്സിനെ കൊണ്ടോ അയാൾ ചെയ്യേണ്ട വർക്ക് എന്ത് ചെയ്യുക, ചെയ്ത് കിട്ടിക്കുക. അതാണ് സൂപ്പർവൈസറി എബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് നീഡ് ഫോർ ഒക്കുപ്പേഷണൽ അച്ചീവ്മെൻറ്റ്. എന്താണ്, എ ലീഡർ ഷുഡ് ബി എ റെസ്പോൺസിബിൾ ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഒരു ലീഡർ എപ്പോഴും എന്തായിരിക്കണം, റെസ്പോൺസിബിളും ആയിരിക്കണം, ഹാർഡ് വർക്കിങ്ങും ആയിരിക്കണം. ഹി ഷുഡ് ബി സെൽഫ് മോട്ടിവേറ്റഡ് ടു അച്ചീവ് ദ ഡിസൈഡ് ഗോൾ സക്സസ്ഫുള്ളി. അയാൾക്ക് വേണ്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അയാൾ എന്ത് ചെയ്തിരിക്കണം, സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അയാളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നീഡ് ഫോർ ഒക്കുപ്പേഷണൽ അച്ചീവ്മെൻറ്റ്. മൂന്നാമത് വരുന്നത് ഇൻ്റലിജൻസ്.
എന്താണ് ഒരു ലീഡറിന് നേരത്തെ നമ്മൾ സ്റ്റോട്ട്ഗിൽസ് തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് എന്താണ് ഒരു ലീഡറിന് ഹൈ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടാവണം ടു അനലൈസ് ദ സിറ്റുവേഷൻ ക്ലിയർലി ആൻഡ് മേക്ക് ഗോൾ സക്സസ്ഫുള്ളി. എന്താണ് സിറ്റുവേഷൻസ് ക്ലിയറായിട്ട് മനസ്സിലാക്കി അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഒരു ലീഡറിന് നല്ല ബുദ്ധി അല്ലെങ്കിൽ നല്ലൊരു സ്വബുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നാലാമത് വരുന്നത് ഡിസിസീവ്നെസ് ആണ്. അതായത് എന്താണ്, ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ മൂവ്മെൻറ്റ് എടുക്കുമ്പോഴും അതിന് സൗണ്ടായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറായിരിക്കണം ഓരോ ലീഡേഴ്സും. ലീഡർ ഷുഡ് ബി ഡിറ്റർമിൻഡ് ടു മേക്ക് സൗണ്ട് ഡിസിഷൻ സോ ആസ് ടു അച്ചീവ് എന്താണ് ഓർഗനൈസേഷണൽ ഗോൾസ്. എ ലീഡർ ഓവർകംസ് ദ ബാരിയർ വിത്ത് ഹിസ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഫഷണൽ മാനർ. എന്താണ്, അയാളുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ അയാളുടെ എന്താണ് കലാത്മകമായിട്ടുള്ള മൂവ്മെൻറ്റിലൂടെ എന്ത് ചെയ്തിരിക്കണം, അയാളുടെ മുന്നിലുള്ള ഓരോ പ്രശ്നങ്ങളെയും തരണം ചെയ്തിരിക്കണം എന്നുള്ളത് ഈ ഡിസിസിനെസ്സിൽ പറയുന്ന കാര്യമാണ്. അടുത്ത വരുന്ന സെൽഫ് അഷുറൻസ് ആണ്. എന്താണ്, എബിലിറ്റി ഓഫ് ലീഡർ ടു ഫേസ് ചാലഞ്ചസ് സ്ട്രോങ്ലി ആൻഡ് സോൾവ് വേരിയസ് ഇഷ്യൂസ് എഫക്റ്റീവ്ലി. ഓരോ ഇഷ്യൂസിനെയും എഫക്റ്റീവായിട്ട് സോൾവ് ചെയ്ത് ഓരോ ചാലഞ്ചസിനും സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും ഫേസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് സെൽഫ് അഷുറൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു എന്താണ് ആത്മധൈര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെൽഫ് അഷുറൻസ് ഈസ് എ ക്വാളിറ്റി ഓഫ് എ ഗുഡ് ലീഡർ. ഒരു ഗുഡ് ലീഡറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സെൽഫ് അഷുറൻസ് ആണ്. ഒരു നിർബന്ധമായിട്ടൊരു ഒരു നല്ലൊരു ലീഡറിന് എന്തായിരിക്കണം, സെൽഫ് അഷുറൻസ് വേണം. അടുത്തത് ഇനിഷ്യേറ്റീവ്. ആറാമതായിട്ട് വരുന്ന ഇനിഷ്യേറ്റീവാണ്. അതായത് എന്താണ്, ഓരോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്സെപ്റ്റൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ഇതിന് നമുക്ക് കമ്പയർ ചെയ്യാം. ഓരോ റെസ്പോൺസിബിലിറ്റി നമുക്ക് കിട്ടുന്നതോറും അത് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിൻ്റെ ആക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അത് കറക്റ്റായി ഫിനിഷ് ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പ് അവിടെ കാണാൻ പറ്റത്തുള്ളൂ. ദേ സ്റ്റാർട്ട് ദെയർ വർക്ക് ആൻഡ് ഫിനിഷ് ഇറ്റ് ഓഫ് വിതൗട്ട് ലെറ്റിംഗ് അതേഴ്സ് നോ അബൌട്ട് ദെയർ ആക്ഷൻസ്. മറ്റുള്ളവരുടെ ഇടപെടലില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസിൽ മറ്റുള്ളവരുടെ ഇടപെടലില്ലാതെ നമ്മളൊരു വർക്ക് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്ത് തീർത്തിരിക്കണം എന്നുള്ളതും ഇതിൽ പറയാവുന്ന കേസാണ്. ഇതിൻ്റെ ലിമിറ്റേഷൻ, അതായത് ഗിസലീസ് പേഴ്സണൽ ട്രേറ്റ്സിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾ 6 traits ആർ മ്യൂച്വൽ ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് അതർ. ഓരോ ഈ പറയുന്ന 6 ട്രേറ്റ്സും എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ട്രേറ്റ് പോലും ഇതിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു ലിമിറ്റേഷനാണ്. രണ്ടാമത്, ഡു നോട്ട് ക്ലാരിഫൈ അബൌട്ട് ദ എമൗണ്ട് ഓഫ് ഡിഗ്രി ഓഫ് ഈച്ച് ട്രേറ്റ്സ്. ഓരോ ട്രേറ്റ്സും എത്രത്തോളം വേണം, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേറ്റ് തിയറിയിൽ തന്നെ ഒരു ലിമിറ്റേഷനായിട്ട് തന്നെ എടുക്കാം. ട്രേറ്റ് അപ്രോച്ച് ടു ലീഡർഷിപ്പിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് തന്നെ എടുക്കാം. ഡു നോട്ട് ക്ലാരിഫൈ അബൌട്ട് ദ എമൗണ്ട് ഓഫ് ഡിഗ്രി ഓഫ് ഈച്ച് ട്രേറ്റ്സും എത്രത്തോളം വേണം, ഒരു ലീഡറിനകത്ത് എത്രത്തോളം വേണം എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ട്രേറ്റ് അപ്രോച്ച് ടു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നോക്കാൻ പോകുന്ന ബിഹേവിയറൽ അപ്രോച്ച് ടു ലീഡർഷിപ്പാണ്. അപ്രോച്ച് ടു ലീഡർഷിപ്പ്. ദീസ് ആർ കൺസിഡേർഡ് ആസ് ആൻ എക്സ്പാൻഷൻ ഓഫ് ട്രേറ്റ് തിയറീസ്. ഇത് ട്രേറ്റ് തിയറീസിൻ്റെ ഒരു എക്സ്പാൻഷനായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദീസ് തിയറീസ് ആർ മോർ സുപ്പീരിയർ ദാൻ ട്രേറ്റ് തിയറീസ്. പക്ഷേ എന്താണ്, ട്രേറ്റ് തിയറീസിനെ അതിൻ്റെ ഒരു എക്സ്പാൻഷനായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും ട്രേറ്റ് തിയറീസിനേക്കാൾ മീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു തിയറിയാണ് എന്തെന്ന് പറയുന്നത്, ബിഹേവിയർ അപ്രോച്ച് എന്ന് പറയുന്നത്. ട്രേറ്റ് തിയറീസ് കനോട്ട് ക്ലാരിഫൈ ദ കോസ് ഓഫ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. ട്രേറ്റ് തിയറീസിന് എന്ത് കഴിഞ്ഞിട്ടില്ല, ഈ എഫക്റ്റീവ് ലീഡർഷിപ്പ് എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ട്രേറ്റ്സിനെ എന്ത് ചെയ്തു, ട്രേറ്റ് അപ്രോച്ചിൽ പറയുന്നുണ്ട്. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് ലീഡർഷിപ്പ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ബിഹേവിയർ തിയറീസ് ആർ റിയലിസ്റ്റിക് ആൻഡ് ആർ ബേസ്ഡ് ഓൺ റിയൽ ബിഹേവിയർ ഓഫ് ലീഡേഴ്സ്. റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബിഹേവിയർ ട്രേറ്റ്സ് തിയറി എന്ന് പറയുന്നത് റിയലിസ്റ്റ് ചെയ്യണം. അതായത് ഓരോ ലീഡറിൻ്റെ റിയലായിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ റിയലായിട്ടുള്ള ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബിഹേവിയർ തിയറി പറയുന്നത്. മെയിൻ എംഫസിസ് ഇസ് ഓൺ വാട്ട് ദ ലീഡേഴ്സ് ഡു വെൻ ദേ ആർ ലീഡിങ് അതേഴ്സ് റാദർ ദാൻ അറ്റ് വാട്ട് പൊസിഷൻ ദേ ആർ. എന്താണ്, ലീഡേഴ്സ് ഏത് പൊസിഷനിൽ ഇരിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, അയാൾ മറ്റുള്ളവരെ ലീഡ് ചെയ്യുമ്പോൾ അയാൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യമെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. ബിഹേവിയർ ഓഫ് ലീഡേഴ്സ് ആർ ഗിവൻ മോർ ഇമ്പോർട്ടൻസ് ദാൻ ദെയർ സ്റ്റാറ്റസ്. അയാൾ ഇരിക്കുന്ന സ്റ്റാറ്റസ് അല്ല, പക്ഷേ അയാളുടെ ബിഹേവിയറിനാണ് ഈ ഒരു തിയറിയിൽ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിഹേവിയർ തിയറീസ് ആണ്. ഇത് 4 ടൈപ്പ് ബിഹേവിയർ തിയറീസ് ഉണ്ട്. ഒന്നാമത്തെ മാനേജീരിയൽ ഗ്രിഡ്, ലൈക്കേർട്സ് 4 സിസ്റ്റം ഫോർ ലീഡർഷിപ്പ്, ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസ്, മിഷിഗൻ സ്റ്റഡീസ്. ഇങ്ങനെ 4 ടൈപ്പാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ള ബിഹേവിയറൽ തിയറീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മാനേജീരിയൽ ഗ്രിഡ്സ് ആണ്.
ഓക്കെ, മാനേജറിയൽ ഗ്രിഡ്സ്. അപ്പോൾ എന്താണ് മാനേജറിയൽ ഗ്രിഡ്സ് എന്ന് നോക്കാം. ഡെവലപ്ഡ് ബൈ റോബർട്ട് ബ്ലേക്ക് ആൻഡ് ജെയിൻ മൗണ്ടനും റോബർട്ട് ബ്ലേക്കും ആണ് ഇത് ഈ മാനേജറിയൽ ഗ്രിഡ് തിയറി എന്തിരിക്കുന്നത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ടാസ്ക് ഓറിയൻറ്റഡ് ആൻഡ് റിലേഷൻ ഓറിയൻറ്റഡ് ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാസ്ക് ഓറിയൻറ്റഡ് ബിഹേവിയറും റിലേഷൻ ഓറിയൻറ്റഡ് ബിഹേവിയറും ആണ് എന്ത് ചെയ്യുന്നത്, ഒരാളുടെ ലീഡർഷിപ്പ് സ്റ്റൈലിനെ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ടാസ്ക് ഓറിയൻറ്റഡ്, അയാൾ പ്രൊഡക്ഷനാണോ അല്ലെങ്കിൽ ടാസ്കിനാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഫോളോവേഴ്സുമായിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയീസുമായിട്ടുള്ള റിലേഷനാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് ഒരാളുടെ ലീഡർഷിപ്പ് സ്റ്റൈലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക. ഗ്രിഡ് ഹാസ് 2 dimensions സച്ച് ആസ് കൺസേൺ ഫോർ പീപ്പിൾ ആൻഡ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ. നമ്മൾ ഒരു XY ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ആക്സിസ് എന്ന് പറയുന്നത് കൺസേൺ ഫോർ പ്രൊഡക്ഷനും രണ്ടാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് കൺസേൺ ഫോർ പേഴ്സൺ അല്ലെങ്കിൽ പീപ്പിൾ എന്നുള്ളതുമാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലീഡർ ഈസ് കൺസിഡർഡ് ആസ് എ ഗുഡ് ലീഡർ ഇഫ് ഹി ഈസ് കൺസേൺഡ് അബൌട്ട് ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൺസേൺഡ് ആയിരിക്കുന്ന ഒരു ലീഡറിനെ മാത്രമേ ഒരു ഗുഡ് ലീഡറായിട്ട് കാണാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് കൺസേൺ ഫോർ പ്രൊഡക്ഷനിൽ പറയുന്നത്. These factors include quantity and quality of the product, methods adopted for increasing production, effectiveness of the employees, etc. ഇതിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും, പിന്നെ വരുന്നത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഡേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ്, അടുത്ത വരുന്നത് അയാളുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി, അപ്പോൾ അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് കൺസേൺ ഫോർ പ്രൊഡക്ഷനിൽ വരുന്നത്. കൺസേൺ ഫോർ പീപ്പിൾ ആണെങ്കിൽ ഇതിന് നേരെ തിരിച്ചു വരും അല്ലേ. അതായത് എന്താണ്, അയാളുടെ പിന്നിലുള്ള അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിന് വേണ്ടി അല്ലെങ്കിൽ എംപ്ലോയീസിനെ കുറിച്ച് കൺസേൺഡ് ആയിരിക്കുന്ന ലീഡേഴ്സാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നല്ലൊരു അല്ലെങ്കിൽ ഒരു ഗുഡ് ലീഡറായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദേ മോട്ടിവേറ്റ് ആൻഡ് ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ് ഇൻ ദം ആൻഡ് ദേ മേക്ക് ദം റെസ്പോൺസിബിൾ വിത്തൗട്ട് സപ്രസിങ് ദം. എന്താണ് ഈ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ ഫോളോവേഴ്സിനെ എന്ത് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്ത് അവരിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു, അവരെ സപ്രസ് ചെയ്യാതെ തന്നെ അവരിൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യുന്നു സാധിക്കുന്നു എന്നുള്ളതാണ് കൺസേൺ ഫോർ പീപ്പിൾ എന്ന് പറയുന്നത്. ഇനി താഴെ കൺസേൺ ഫോർ പീപ്പിൾ എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ താഴെ കാണിക്കുന്ന സംഭവമാണ് മാനേജറിയൽ ഗ്രിഡ് എന്ന് പറയുന്നത്. മാനേജറിയൽ ഗ്രിഡ് അതിൽ 9 കോളംസ് 9 റോസും ഉള്ള ഒരു ഗ്രിഡാണ്. അതിൻ്റെ 4 കോർണറും പിന്നെ ഏറ്റവും നടുക്കുള്ള ഒരു കോളമാണ് ഇപ്പം ഞാനിതിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ട്, 9 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ട്, 19 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ട്, 9 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ട്, 5 എന്ന് പറയുന്നത് അതായത് കറക്റ്റ് മിഡിൽ വരുന്ന ആ ഒരു കോർഡിനേറ്റും ഉണ്ട്. അപ്പോൾ ഈ ഓരോ കോർഡിനേറ്റും എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ Y ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് കൺസേൺ ഫോർ പീപ്പിളും X ആക്സിൽ കൊടുത്തിരിക്കുന്നത് കൺസേൺ ഫോർ പ്രൊഡക്ഷനുമാണ്. ഓക്കെ, അപ്പോൾ 1 എന്നുള്ളതെന്ന് വെച്ചാൽ ഇംപ്രൊവിസ്ഡ് മാനേജർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്നാണ് കോർഡിനേറ്റ് 1 അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈസ് നോൺ ആസ് ഇംപ്രൊവിസ്ഡ് മാനേജ്മെൻറ്റ്. അതായത് എന്താണ്, ഇവിടെ കൺസേൺ ഫോർ പീപ്പിൾ ആയാലും കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആയാലും ഏറ്റവും കുറവാണ് അല്ലേ, ഏറ്റവും കുറവാണ്. അതായത് എന്താണ്, മാനേജർ ടേക്സ് മിനിമം എഫേർട്ട് ടു ഗെറ്റ് വർക്ക് ഡൺ ആൻഡ് മിനിമൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് ആൻഡ് മിനിമം വർക്കർ ഡെഡിക്കേഷൻ. എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു വർക്കിനെ അല്ലെങ്കിൽ ഒരു ലീഡറിന് കൊടുത്തിരിക്കുന്ന ഒരു വർക്കിനെ അത് വർക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അവിടെ മിനിമം ആയിരിക്കും. അയാൾക്ക് വർക്കേഴ്സിന് കൊടുക്കുന്ന ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അങ്ങനെ സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അങ്ങനെ എല്ലാം മിനിമം ആയിക്കൊണ്ട് അയാളുടെ കൺസേൺ ഫോർ പീപ്പിളും കൺസേൺ ഫോർ പ്രൊഡക്ഷനും എന്തായിരിക്കും, ലോ ആയിരിക്കും. അങ്ങനെ ഒരു മാനേജ്മെൻറ്റാണ് ഇവിടെ കോർഡിനേറ്റ് 1 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഇംപ്രൊവിസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറയും. കോർഡിനേറ്റ് 19 ഈസ് കോൾഡ് കൺട്രി ക്ലബ് മാനേജർ. 19 എന്ന് പറയുമ്പോഴേക്കും എന്താണ്, കൺട്രി ക്ലബ് മാനേജർ എന്നാണ് പറയുന്നത്. അവിടെ എന്താണ്, കൺസേൺ ഫോർ പീപ്പിൾ വളരെയധികം കൂടുതലാണ്, എന്നാൽ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണ്. Country club manager, it indicates the personal and meaningful relationship with people, friendly atmosphere and high morale and loosely structured work design. ഇവിടെ എന്താണ്, പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവും, പിന്നെ മീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവും. പക്ഷേ അവിടെ വർക്ക് ഡിസൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ എന്താണ്
പുവർ ക്വാളിറ്റി അല്ലെങ്കിൽ ലൂസ്ലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എന്തായിരിക്കും വർക്ക് ഡിസൈൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. കോർഡിനേറ്റ് 9.1 എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ടാസ്ക് മാനേജേഴ്സ് എന്നാണ്. അതായത് എന്താണ് ഇവിടെ എന്താണ് കൺസേൺ വിത്ത് പീപ്പിൾ അല്ലെങ്കിൽ കൺസേൺ ഫോർ പീപ്പിൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്നാൽ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അവിടെ എക്സലൻ്റ് ആയിട്ടുള്ള വർക്ക് ഡിസൈൻ ഉണ്ടാകും, വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. പക്ഷേ മിനിമം വർക്കർ ഇൻ്റർഫറൻസ്, വർക്കറിനോടുള്ള ഇൻ്റർഫറൻസ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും. ഓർഡർലി പെർഫോമൻസ് ആയിരിക്കും. ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻറ്റും ആയിരിക്കും. ലീഡേഴ്സ് ഹാസ് ഹൈ കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ ഹൈ കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ലീഡേഴ്സിന്, അതായത് ടാസ്ക് മാനേജേഴ്സിൽ വരുന്ന അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ടാസ്ക് മാനേജേഴ്സിലേക്ക് വരുന്ന ലീഡേഴ്സിന് എന്തായിരിക്കും ഇവിടെ കൺസേൺ ഫോർ പീപ്പിൾ എന്ന് പറയുന്നത് കുറവായിരിക്കും. കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കോർഡിനേറ്റ്സ് 5.5 എന്ന് പറയുമ്പോഴേക്കും ഒരു സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്, ഇതിനെ വിളിക്കുന്ന മിഡിൽ ഓഫ് ദ റോഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ ഒരു സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്, അതായത് ഇവിടെ കൺസേൺ ഓഫ് പീപ്പിൾ വളരെ വലുതുമല്ല ചെറുതുമല്ല, എന്നാൽ കൺസേൺ ഓഫ് പ്രൊഡക്ഷനും വലുതുമല്ല ചെറുതുമല്ല. ഏകദേശം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. മോഡറേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതായത് എന്താണ് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്, അതാണ് കോർഡിനേറ്റ് 5.5 വരുന്ന മിഡിൽ ഓഫ് റോഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഓഫ് സെക്ടറിൽ വരുന്നത്. കോർഡിനേറ്റ് 9.9 എന്ന് പറയുമ്പോഴേക്കും അതിനെ ടീം മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ടീം മാനേജ്മെൻറ്റ്, അതായത് ഇവിടെ കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ ആയാലും കൺസേൺ ഓഫ് പീപ്പിൾ ആയാലും എന്താണ് ഹൈ ആണ്. ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് മാനേജറിയൽ എഫിഷ്യൻസി ത്രൂ ഡെഡിക്കേറ്റഡ് പീപ്പിൾ, ട്രസ്റ്റ്വർത്തി ആൻഡ് റീസണബിൾ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ഹൈലി ഓർഗനൈസ്ഡ് ടാസ്ക് പെർഫോമൻസ്. ഇവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയാലും മൊറാലായാലും റീസണബിൾ അറ്റ്മോസ്ഫിയർ ആയാലും ടാസ്ക് പെർഫോമൻസിൻ്റെ ഓർഗനൈസേഷൻ ആയാലും എന്താണ് ഇവിടെ എല്ലാം ഹൈ ആണ്. അതുകൊണ്ട് ഇത് എന്താണ് അൾട്ടിമേറ്റ് എഫിഷ്യൻസിയുള്ള ഒരു മാനേജീരിയൽ എന്താണ് പറയുന്നത് മാനേജീരിയൽ ഫംഗ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പായിട്ട് എന്ത് ചെയ്യുന്നു ഇതിനെ പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. ഞാൻ ആ പടം വെച്ച് പറഞ്ഞതേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ കിടപ്പുണ്ട്. ഞാൻ നോട്ടിൻ്റെ ഡ്രൈവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, ഈ ബിഹേവിയർ തിയറിയായ മാനേജറിയൽ ഗ്രിഡ്സിൽ പഠിക്കുന്നത്. ഓക്കെ, നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ലൈക്കറ്റ്സ് 4 സിസ്റ്റം ഓഫ് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിൻ്റെ 4 സിസ്റ്റംസ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത് നോക്കാൻ പോകുന്നത്. ദിസ് ബിലീവ് ദാറ്റ് ദെയർ ആർ 2 ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. എന്താണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, ഓട്ടോക്രാറ്റിക്കും ഡെമോക്രാറ്റിക്കും. അക്കോർഡിംഗ്ലി ലീഡർഷിപ്പ് വാസ് ക്ലാസിഫൈഡ് ഇൻറ്റു 4 സിസ്റ്റം യൂസ്ഡ് ബൈ വേരിയസ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ലീഡർഷിപ്പിനെ ഉപയോഗിച്ചിട്ട് ലീഡർഷിപ്പിനെ 4 തരംതിരിച്ചിട്ടുണ്ട്. ആര്? ലൈക്കറ്റ്സ് 4 സിസ്റ്റം ഓഫ് ലീഡർഷിപ്പ് തിയറി ഉപയോഗിച്ച്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ലീഡർഷിപ്പാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ലീഡർ എന്ന് പറയുന്നത് ലീഡേഴ്സ് ആർ ജനറലി സ്ട്രിക്റ്റ് ആൻഡ് ഡോമിനേറ്റിംഗ് ബൈ നേച്ചർ. സ്ട്രിക്റ്റാണ്, സാധാരണത്തെക്കാൾ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സാണ്, പക്ഷേ നല്ല ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ലീഡേഴ്സാണ് അവിടെ ഉണ്ടാകുന്നത്. ഡു നോട്ട് ട്രസ്റ്റ് ദെയർ സബോർഡിനേറ്റ്സ് ഈസിലി ആൻഡ് ഷോ ലെസ് കോൺഫിഡൻസ് ഇൻ ദം. അവരുടെ സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യുന്നില്ല, അവർ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അതായത് എന്താണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ലോ കോൺഫിഡൻസ് ആണ് എന്ത് ചെയ്യുന്നത് അവർ കൊടുക്കുന്നത്. ബിലീവ് ദാറ്റ് എംപ്ലോയീസ് ക്യാൻ ബി മോട്ടിവേറ്റഡ് ബൈ ത്രട്ടനിങ് ആൻഡ് പണിഷിങ്. എംപ്ലോയീസിനെ ത്രട്ടൻ ചെയ്ത് ഭീഷണിപ്പെടുത്തിയും പണിഷ് ചെയ്തും ഒക്കെ എന്ത് ചെയ്യാം, അവരെ മോട്ടിവേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഫോളോസ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതായത് അതോറിറ്റിയുമായിട്ടായിരിക്കും ഇവർക്ക് മെയിനായിട്ടുള്ള കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, എംപ്ലോയീസിനിടയിൽ എന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ലെസ്സായിരിക്കും എന്നുള്ള കാര്യം ഇതിലുണ്ട്. ദ പെർഫോമൻസ് ഡിസിഷൻ മേക്കിംഗ് അറ്റ് ടോപ്പ് ലെവൽ ഓഫ് ദ ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവലായിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ടൈപ്പ് ഓഫ് ലീഡേഴ്സ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. രണ്ടാമത് വരുന്നത് ബെനവലൻ്റ് ഓട്ടോക്രാറ്റിക് ആണ്. അതെന്ന് പറയുന്നത് ലീഡേഴ്സ് ട്രസ്റ്റ് ദെയർ എംപ്ലോയീസ് ആൻഡ് ഫെയ്ത്ത് ഇൻ ദം. അതായത് എന്താണ്, ലീഡേഴ്സിന് അവരുടെ സബോർഡിനേറ്റ്സിനെ വിശ്വാസമുണ്ട്, അവരുടെ എന്ത് ചെയ്യുന്നു അവരിൽ ഫെയ്ത്തും ഉണ്ട്. എന്നാൽ അതൊരു ലിമിറ്റിൽ മാത്രം, ഒരു എക്സ്റ്റെൻറ്റ് വരെ മാത്രം. ദേ ബിലീവ് ഇൻ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ആൻഡ് റിവാർഡ് ദം ഫോർ ദെയർ പെർഫോമൻസ്. എന്താണ് ഇവിടെ എംപ്ലോയീസിന് റിവാർഡ്സൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട്. റിവാർഡ്സ് കൊടുത്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഫോളോ അപ്വേർഡ് കമ്മ്യൂണിക്കേഷനാണ് കൊടുക്കുന്നത്. സാധാരണ കമ്മ്യൂണിക്കേഷൻ ലെവൽ എന്ത് ചെയ്യുന്നത് ഇവർക്ക് കൂടുതലാണ്.
പിന്നെ എന്താണ് അതായത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴേക്ക് സബോർഡിനേറ്റ്സിൻ്റെ എംപ്ലോയീസിൻ്റെയൊക്കെ ഐഡിയാസും വ്യൂ പോയിൻറ്റ്സും എല്ലാം എന്ത് ചെയ്യുന്നു, അവർ കണക്കിലെടുക്കുന്നു. പെർഫോം ഡിസിഷൻ മേക്കിംഗ് അറ്റ് ലോവർ ലെവൽസിലേക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അവരെ നടത്തുന്നു എന്നുള്ളത് ബെനവലൻ്റ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ വരുന്ന കാര്യമാണ്. മൂന്നാമത് വരുന്നതാണ് കൺസൾട്ടീവ് ഡെമോക്രാറ്റിക്. അപ്പോൾ ഓട്ടോക്രാറ്റിക്കിൻ്റെ രണ്ട് ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞു, എക്സ്പ്ലോയിറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക്കും ബെനവലൻ്റ് ഓട്ടോക്രാറ്റിക്കും. രണ്ടാമത് വരുന്നതാണ് ഡെമോക്രാറ്റിക്. അതിലൊന്നാമത് വരുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈപ്പാണ് കൺസൾട്ടീവ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. ലീഡേഴ്സ് ഹാവ് കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ദെയർ എംപ്ലോയീസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഒരു വലിയൊരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, ലീഡേഴ്സിന് അവരുടെ സബോർഡിനേറ്റ്സിൽ എംപ്ലോയീസിൽ എന്ത് ചെയ്യുന്നു, കോൺഫിഡൻസും വിശ്വാസവും ഉണ്ട്. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു ദെയർ എംപ്ലോയീസ് ടു എക്സ്പ്രസ് ദെയർ ഐഡിയാസ് ആൻഡ് സജഷൻസ്. എംപ്ലോയീസിനോട് അവരുടെ ഐഡിയാസും ആശയങ്ങൾ സജഷൻസ് എല്ലാം പറയാനായിട്ട് ഇവരെന്ത് ചെയ്യുന്നു, വേദി ഒരുക്കി കൊടുക്കുന്നു. എംപ്ലോയീസ് ആർ റിവാർഡഡ് ടു മോട്ടിവേറ്റ് ദം. അവരുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻ ലെവൽ എന്ന് പറയുന്നത് റിവാർഡിങ്ങിലൂടെ കൊണ്ടുപോകുന്നു. സംടൈം എംപ്ലോയീസ് ആർ പണിഷ്ഡ്. എന്ത് ചെയ്യുന്നു, ചില സമയത്ത് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, പണിഷ് ചെയ്യപ്പെടുന്നു. ഫോളോസ് ബോത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അങ്ങനെ ഒന്നാണ് കൺസൾട്ടീവ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. നാലാമത് വരുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് ആണ്. അതെന്ന് പറയുന്നത് ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അവരിലാണ് എല്ലാ കാര്യങ്ങളും എന്നുള്ളത് അവരെന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. യൂട്ടിലൈസ് ദ ഐഡിയാസ് ആൻഡ് സജഷൻസ് ഓഫ് ദ സബോർഡിനേറ്റ്സ് പറയുന്ന ഐഡിയാസ് സജഷൻസ് എന്ന് കണക്കിലെടുത്ത് ഡിസിഷൻ മേക്കിങ്ങിൽ കൊണ്ടുവരുന്നു. ഓൾവേസ് സപ്പോർട്ട് ദെയർ എംപ്ലോയീസ് ഇൻ ഓൾ ആസ്പെക്ട്സ്. എല്ലാ ആസ്പെക്ട്സിലും എന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റ്സിൽ അല്ലെങ്കിൽ എംപ്ലോയീസിനെ അവരെന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഫെല്ലോ വർക്കേഴ്സ് വിത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്സ്. ഇതും അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. പ്രൊമോട്ട് ഡിസിഷൻ മേക്കിംഗ് വിത്ത് എൻ്റയർ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലുള്ള എല്ലാവരെയും വെച്ചുകൊണ്ട്, ഹയർ അതോറിറ്റി ആയിക്കോട്ടെ, ഏറ്റവും ലോവർ ലെവലുള്ള എംപ്ലോയീസ് ആയിക്കോട്ടെ, എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. സോ ഇത്രയുമാണ് എന്തിൽ വരുന്നത്, നമ്മുടെ ലൈക്കേർട്സ് 4 സിസ്റ്റം ഓഫ് ലീഡർഷിപ്പ്. ഏതൊക്കെയാണ് 4 സിസ്റ്റം എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, ആലോചിച്ച് വച്ചാൽ മതി. അപ്പോൾ ഇതാണ് ലൈക്കേർട്സ് 4 സിസ്റ്റം ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസാണ്. ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയൊരു സ്റ്റഡിയാണ്. അതായത് ബിഹേവിയറൽ അപ്രോച്ചുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയൊരു സ്റ്റഡി ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ സ്റ്റഡി പ്രകാരം ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസിൽ പറയുന്ന 2 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ബിഹേവിയേഴ്സ് ആണുള്ളത്. ഒന്ന് കൺസിഡറേഷൻ ആൻഡ് ഇനിഷ്യേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. അതായത് ലീഡർഷിപ്പ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് കൺസിഡറേഷനും ഇനിഷ്യേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, മ്യൂച്വൽ ട്രസ്റ്റ്, ഫ്രണ്ട്ഷിപ്പ്, വാംത്ത് ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് ഗ്രൂപ്പ്. ഇതൊക്കെയാണ് കൺസിഡറേഷൻ വരുന്നത്. അതായത് എംപ്ലോയീസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതേപോലെ തന്നെ അതോറിറ്റിയെ കൺസിഡർ ചെയ്യുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡറേഷൻ വരുന്നത്. ഇനി ഇനിഷ്യേറ്റിംഗ് സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് എ വർക്ക് എൻവയോൺമെൻറ്റ് സോ ദാറ്റ് ദ വർക്ക് ഓഫ് ദ ഗ്രൂപ്പ് ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് കോർഡിനേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ നോ എക്സാക്ട്ലി വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഈസ് ടു ബി ഡൺ. എന്താണ് നമ്മൾ വർക്ക് കൊടുക്കുന്ന ആ ഒരു ഗ്രൂപ്പിന് എന്തായിരിക്കണം, എന്താണ് നടക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യേറ്റീവ് സ്ട്രക്ചർ എന്തായിരിക്കണം, ഒരു ലീഡറിന് ഉണ്ടായിരിക്കണം. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ലീഡറിന് ആ ഒരു വർക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ ഒരു ക്വാളിറ്റി ആർക്കുണ്ടാവണം, ഒരു ഗുഡ് ലീഡറിന് ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുന്നു, ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസിൽ പറയുന്നു. സോ ഇത്രയുമാണ് ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനിഷ്യേറ്റീവ് സ്ട്രക്ചറാണ് എക്സ് ആക്സിൽ കൊടുത്തിരിക്കുന്നത്, വൈ ആക്സിൽ കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു 4 ക്വാഡ്രൻ്റാണ്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ബിഹേവിയറൽ ക്വാഡ്രൻ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ വരുന്നത് എന്താണ്, ഹൈ കൺസിഡറേഷൻ ഹൈ സ്ട്രക്ചർ. പിന്നെ വരുന്നത് ഹൈ കൺസിഡറേഷൻ ബട്ട് ലോ സ്ട്രക്ചർ. മൂന്നാമത് വരുന്നത് ലോ സ്ട്രക്ചറും ലോ കൺസിഡറേഷനും. നാലാമത് വരുന്നത് ലോ കൺസിഡറേഷനും ഹൈ സ്ട്രക്ചറും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാഡ്രൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വാഡ്രൻ്റാണ് ആര് ഡെവലപ്പ് ചെയ്തത്, ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസിലൂടെ ഡെവലപ്പ് ചെയ്തത്. രണ്ടാമത് വരുന്നത് മിഷിഗൺ സ്റ്റഡീസാണ്. മിഷിഗൺ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴേക്കും 2 ടൈപ്പ് ലീഡർഷിപ്പ് ബിഹേവിയർ ഉണ്ടെന്ന് ഇവരും ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് പ്രൊഡക്ഷൻ സെൻറ്റേർഡ് ആയിട്ടുള്ളതും എംപ്ലോയി സെൻറ്റേർഡ് ആയിട്ടുള്ളതും. നമ്മൾ നേരത്തെ പറഞ്ഞു
എന്താ പറയുക, കൺസേൺ ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് മിഷിഗൻ സ്റ്റഡീസും വരുന്നത്. അപ്പോൾ എംപ്ലോയി സെൻറ്റേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർ അലൗസ് ദ എംപ്ലോയീസ് ടു ഹാൻഡിൽ ദ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ആൻഡ് പ്രൊവൈഡ്സ് നെസസറി അസിസ്റ്റൻസ് ഫോർ ദിസ് പർപ്പസ്. എന്താണ് ലീഡർ എന്ത് ചെയ്യുന്നു, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് എംപ്ലോയീസിൻ്റെ ഇടയിലേക്കായിരിക്കും അല്ലേ. എംപ്ലോയീസിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട അസിസ്റ്റൻസും എന്ത് ചെയ്യുന്നു, ലീഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് മിഷിഗൻ സ്റ്റഡീസിൽ എംപ്ലോയി സെൻറ്റേർഡിൽ വരുന്ന കാര്യം. പ്രൊഡക്ഷൻ സെൻറ്റേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ലീഡേഴ്സ് ആർ കൺസേൺഡ് വിത്ത് ടാസ്ക് മോർ ദാൻ വിത്ത് ദ പീപ്പിൾ ഹൂ പെർഫോം ദ ടാസ്ക്. എന്താണ്, കൊടുത്തിരിക്കുന്ന വർക്ക് തീർക്കുക എന്നുള്ളതാണ് അവിടെ ഡോമിനൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഡോമിനൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, കൊടുത്തിരിക്കുന്ന വർക്ക് തീർക്കുക അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ത് ചെയ്യുക, തീർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ടാസ്ക് പെർഫോം ചെയ്യുന്ന ലീഡറിനെയോ അല്ലെങ്കിൽ പീപ്പിളിനെയോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അവിടെ കൺസേർണേഷൻ വരുന്നില്ല എന്നുള്ളതാണ് മിഷിഗൻ സ്റ്റഡീസിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ. ഇത് വേണമെങ്കിൽ നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡിയും മിഷിഗൻ സ്റ്റഡിയും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ പറയാം. രണ്ടും കാര്യങ്ങളും പറയുന്നത് എന്താണ്, ഒന്ന് തന്നെയാണ്. ആ ഇനിഷ്യേറ്റിംഗ് സ്ട്രക്ചറും കൺസിഡറേഷനും തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബിഹേവിയറൽ അപ്രോച്ചിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ബാക്കിയെല്ലാം പറയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്താ പോലും ചിലപ്പോൾ കഴിയണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് സിറ്റുവേഷണൽ അല്ലെങ്കിൽ കണ്ടിജൻസി അപ്രോച്ച് ടു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിറ്റുവേഷണൽ അല്ലെങ്കിൽ കണ്ടിജൻസി അപ്രോച്ച് ടു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എന്താണ്, ഇവിടെ ഈ പേര് തന്നെ ഉണ്ട്, സിറ്റുവേഷനാണ് ഒരു ലീഡർഷിപ്പിനെ എന്ത് ചെയ്യുന്നത്, എഫക്റ്റീവ് ആക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു തിയറിയിൽ പറയുന്നത്. യൂസ്ഫുൾനെസ് ഓഫ് ട്രേറ്റ്സ് ആൻഡ് ബിഹേവിയർ ടെസ്റ്റഡ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. എന്താണ്, ഈ ഒരു തിയറിയിൽ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ ബിഹേവിയറിൻ്റെ ട്രേറ്റ്സിൻ്റെയും എന്ത് ചെയ്യുന്നു, യൂസ്ഫുള്ളാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ തിയറി, ഈ സിറ്റുവേഷൻ തിയറി പ്രകാരം നോ ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് ദ ബെസ്റ്റ് ഫോർ ഓൾ ടൈംസ് ആൻഡ് സിറ്റുവേഷൻ. എല്ലാ സമയത്തും എല്ലാ സാഹചര്യത്തിലും ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു ലീഡർഷിപ്പ് തന്നെ എന്താണ് ബെസ്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് സമയവും സാഹചര്യവും മാറും തോറും എന്ത് ചെയ്യുന്നു, നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ലീഡർഷിപ്പ് സ്റ്റൈലും മാറണം. ദ സിറ്റുവേഷൻ ഹെൽപ്പ് ദ ലീഡർ ടു ഡെവലപ്പ് ദെയർ ലീഡർഷിപ്പ് ക്വാളിറ്റി ആൻഡ് എമർജ് ആസ് ലീഡേഴ്സ്. എന്ത് ചെയ്യുന്നു, ഒരു നല്ല ലീഡറായിട്ട് ഒരു സമയവും സാഹചര്യമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ലീഡറിനെ ഒരു നല്ല ലീഡറായിട്ട് എമർജ് ചെയ്യാൻ സഹായിക്കുന്നതും എഫക്റ്റീവ് ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നു, അയാൾ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് സിറ്റുവേഷനും ടൈമും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇതൊരു 2 ടൈപ്പ് കണ്ടിജൻസി തിയറീസാണ് ഉള്ളത്. ഫീൽഡേഴ്സ് കണ്ടിജൻസി അപ്രോച്ചും ഹൗസസ് പാത്ത് ഗോൾ അപ്രോച്ച് എന്ന് പറയുന്ന 2 ടൈപ്പ് തിയറീസാണ് ഇതിലുള്ളത്. സോ ഇതിൽ ഫീൽഡേഴ്സ് കണ്ടിജൻസി തിയറി എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫീൽഡേഴ്സ് കണ്ടിജൻസി അപ്രോച്ചാണ് നോക്കാൻ പോകുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് അപ്രോച്ച് ആൻഡ് എലോബറേറ്റ്സ് ദ സിറ്റുവേഷൻ തിയറീസ് ഇൻ ലീഡർഷിപ്പ് ലിറ്ററേച്ചർ. ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഫീൽഡേഴ്സ് കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റുവേഷണൽ തിയറീസ് എന്ത് ചെയ്യുന്നു, ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എലാബറേറ്റ് ചെയ്യുന്നത് ഫീൽഡേഴ്സ് കണ്ടിജൻസി അപ്രോച്ചാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ലീഡേഴ്സ് എഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മേജർ സിറ്റുവേഷണൽ വേരിയബിൾസ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിറ്റുവേഷണൽ വേരിയബിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ലീഡറിൻ്റെ ലീഡർഷിപ്പിനെ വേരി ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എഫക്റ്റീവ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് 3 സിറ്റുവേഷണൽ വേരിയബിൾസ് ആണ്. അത് 3 ലീഡർ മെമ്പർ റിലേഷൻ, ടാസ്ക് സ്ട്രക്ചർ, ലീഡേഴ്സ് പൊസിഷൻ പവർ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ലീഡർഷിപ്പ് എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്ന 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 സിറ്റുവേഷണൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ലീഡർ മെമ്പർ റിലേഷൻ. എന്താണ്, ഇഫ് എക്സാമിൻസ് ദ ഡിഗ്രി ഓഫ് ട്രസ്റ്റ് ദാറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സ് പ്ലേസ് ഓൺ ദ ലീഡേഴ്സ്. എന്താണ്, ലീഡറിൻ്റെ മേൽ അയാളുടെ എംപ്ലോയി അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സ് എത്രത്തോളം വിശ്വാസമാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, എക്സാമിൻ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ടു വിച്ച് ഗ്രൂപ്പ് മെമ്പേഴ്സ് സച്ച് ആസ് ദ ലീഡേഴ്സ് ആൻഡ് ഈസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ലീഡേഴ്സ് ബിഹേവിയർ. എന്താണ്,
ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ടു വിച്ച് ഗ്രൂപ്പ് മെമ്പേഴ്സ് സച്ച് ആസ് ദ ലീഡേഴ്സ് ആൻഡ് ഈസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ലീഡേഴ്സ് ബിഹേവിയർ. ലീഡേഴ്സിൻ്റെ ബിഹേവിയറിനോട് എത്രത്തോളം അതിൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് മെമ്പേഴ്സിന് എത്രത്തോളം ലീഡറിനെ വിശ്വസിക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ഇതിലൂടെ അറിയാൻ പറ്റുന്നു. ദ ലീഡർ ക്യാൻ ബി മോർ എഫക്റ്റീവ് ദാറ്റ് ഹി ഈസ് ട്രസ്റ്റഡ് ബൈ ഫോളോവേഴ്സ് ആൻഡ് ഹു ആർ വില്ലിംഗ് ടു അക്സെപ്റ്റ് ഹിസ് ഇൻഫ്ലുവൻസ്. എന്താണ് ഒരു ലീഡറിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ നമുക്ക് എങ്ങനെ പറയാം? അയാളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് ചോദിച്ച് അയാളെ വിശ്വസിക്കാൻ കൊള്ളാമോ, അല്ലെങ്കിൽ അയാളുടെ ഇൻഫ്ലുവൻസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അയാൾക്ക് രണ്ടും ഓക്കെ ആണ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ലീഡറിനെ എഫക്റ്റീവ് ലീഡറായിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് ലീഡർ മെമ്പർ റിലേഷൻസിൽ പറയുന്നത്. രണ്ടാമത് ടാസ്ക് സ്ട്രക്ചറാണ്. ടാസ്ക് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴേക്കും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന എത്ര നമ്പർ ഓഫ് സ്റ്റെപ്സ് അതിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ടാസ്ക് ഇസ് പെർഫോംഡ് ബൈ ദ ഫോളോവേഴ്സ് ഇൻ റുട്ടീൻ ഓർ നോൺ റുട്ടീൻ. റുട്ടീനായിട്ടോ നോൺ റുട്ടീനായിട്ടോ ഒരു ടാസ്ക് ഒരു ഫോളോവേഴ്സിന് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്കിനെ എത്ര എക്സ്റ്റെൻറ്റിൽ അവർ ചെയ്തു തീർക്കുന്നു, അതിൽ ലീഡേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എത്രത്തോളം തീർക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ടാസ്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ടാമത്തെ സിറ്റുവേഷണൽ വേരിയബിളാണ്. മൂന്നാമത്തെ സിറ്റുവേഷണൽ വേരിയബിളാണ് ലീഡേഴ്സ് പവർ പൊസിഷൻ. ലീഡറിൻ്റെ പൊസിഷൻ പവർ എവിടെയാണ്? ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഡിഗ്രി to which a leader derives power from the position held by him or on in the firm. ആ ഫേമിൽ ആ ഒരു ലീഡറിന് ഏത് പൊസിഷനാണുള്ളത്, ആ പൊസിഷൻ എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. ഇറ്റ് എനേബിൾസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹിം ഓൺ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ബിഹേവിയറിൽ ഇയാളുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഈ ലീഡറിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണുള്ളത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ലീഡേഴ്സ് പൊസിഷൻ പവറിലൂടെ പറയുന്നത്. സോ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, ഈ 3 ടൈപ്പ് സിറ്റുവേഷണൽ വേരിയബിൾസ്, അതായത് ലീഡർ മെമ്പർ റിലേഷൻ, ടാസ്ക് സ്ട്രക്ചർ, ലീഡേഴ്സ് പൊസിഷൻ പവർ, ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഫീൽഡേഴ്സ് അപ്രോച്ചിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫീൽഡേഴ്സ് അപ്രോച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അതെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് അതിൽ നിന്ന് മെയിനായിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീൽഡേഴ്സ് അപ്രോച്ചിൽ നിന്ന് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഓൾ സിറ്റുവേഷൻ. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ സിറ്റുവേഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ കണ്ടിജൻസി അപ്രോച്ചിൽ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ലീഡർഷിപ്സ് എല്ലാ സിറ്റുവേഷനിലും എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നില്ല, ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരത്തില്ല. ദെയർഫോർ നോ ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് എ ബെസ്റ്റ് സ്റ്റൈൽ. ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിന് നമ്മൾ എന്തെന്ന് പറയാൻ പറ്റില്ല, ബെസ്റ്റ് സ്റ്റൈലായിട്ട് പറയാൻ പറ്റില്ല. ദ മാനേജേഴ്സ് ക്യാൻ അഡാപ്റ്റ് ദ ലീഡർഷിപ്പ് സ്റ്റൈൽ അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദ സിറ്റുവേഷൻ. ഓരോ സാഹചര്യങ്ങളും അതിന് വേണ്ട ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ് അതനുസരിച്ച് എന്ത് ചെയ്യാം, മാനേജേഴ്സിന് അവരുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ തിരഞ്ഞെടുക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദർ ഇസ് എ നീഡ് ഓഫ് മാച്ചിങ് ലീഡേഴ്സ് ആൻഡ് ജോബ് സിറ്റുവേഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. ജോബ് സിറ്റുവേഷനും ലീഡേഴ്സും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു മാച്ചിങ് വേണം അല്ലേ. ഓർഗനൈസേഷണൽ എഫക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ജോബ് സിറ്റുവേഷനും ലീഡേഴ്സും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു മാച്ചിങ് വേണം. ലീഡേഴ്സ് ഷുഡ് ബി ട്രെയിൻ ടു മോഡിഫൈ ദെയർ എൻവയോൺമെൻറ്റ് ആൻഡ് ജോബ്സ് ടു ഫിറ്റ് ദെയർ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ്. അവരുടേതായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലിനെ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യാനായിട്ടും അവരുടെ ഫിറ്റ് ആവാനായിട്ടും അവരുടെ ജോബിനനുസരിച്ച് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യണം, അവരുടെ എൻവയോൺമെൻറ്റ്, അവർ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യാൻ ലീഡേഴ്സിന് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽഡേഴ്സ് അപ്രോച്ചിൽ കൂടുതൽ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിൻ്റെ ക്രിറ്റിസിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്രോബാക്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫീൽഡേഴ്സ് അപ്രോച്ചിൻ്റെ ഡ്രോബാക്സ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ദിസ് മോഡൽ ഈസ് യൂണിഡയമെൻഷണൽ. ഇതൊരു യൂണിഡയമെൻഷണൽ ആയിട്ടുള്ളൊരു മോഡലാണ്. അതായത് ഇപ്പോൾ സിറ്റുവേഷൻ്റെ കേസ് മാത്രം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതൊരു യൂണിഡയമെൻഷണൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണ് ഫീൽഡേഴ്സ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഡു നോട്ട് എക്സ്പ്ലെയിൻസ് ഹൗ സിറ്റുവേഷണൽ വേരിയബിൾ അഫക്റ്റ് ദ ലീഡർഷിപ്പ് സ്റ്റൈൽ. ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയാണ് ഒരു സിറ്റുവേഷണൽ വേരിയബിൾ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിനെ എങ്ങനെയാണ് ഒരു സിറ്റുവേഷണൽ വേരിയബിൾ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു അപ്രോച്ചിന് കഴിഞ്ഞിട്ടില്ല. ഡു നോട്ട് എക്സ്പ്ലെയിൻ വൈ ദ സെയിം സ്റ്റൈൽ ഇസ് അപ്രോപ്രിയേറ്റ് ഫോർ ബോത്ത് അൺഫേവറബിൾ ആൻഡ് മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ. ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനും ഏറ്റവും അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനും ഒരേ ലീഡർഷിപ്പ് സ്റ്റൈൽ മതി എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫീൽഡേഴ്സ് അപ്രോച്ച്
പോകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നൊക്കെയുള്ള കാര്യത്തിൻ്റെ കാരണം ആർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഫീൽഡേഴ്സ് അപ്രോച്ചിന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മോഡൽ ഡു നോട്ട് കൺസിഡർ ദ സിറ്റുവേഷണൽ വേരിയബിൾസ് ലൈക്ക് സബോർഡിനേറ്റ്സ് എക്സ്പെക്ടേഷൻ ഓൺ ലീഡേഴ്സ് ബിഹേവിയർ, ഇൻഫ്ലുവൻസ് ഓഫ് ലീഡേഴ്സ് ഓൺ സുപ്പീരിയർ എക്സെട്ര. ഈ ഒരു കാര്യത്തിൽ ചില സിറ്റുവേഷണൽ വേരിയബിൾ, അതായത് ലീഡറിൻ്റെ സബോർഡിനേറ്റിന് ലീഡറിനുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ, ആ ഒരു കാര്യം, പിന്നെ എന്താണ് ലീഡറിൻ്റെ സുപ്പീരിയറിലേക്കുള്ള ഇൻഫ്ലുവൻസ്, ഈ രണ്ട് കാര്യം അത് രണ്ടും എന്ന് പറയുന്നത് സിറ്റുവേഷണൽ ആയിട്ടുള്ള വേരിയബിളാണ്. ഈ രണ്ട് വേരിയബിളിന് എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു തിയറിയിൽ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഫീൽഡേഴ്സ് കോണ്ടിജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഹൗസസ് പാത്ത് ഗോൾ അപ്രോച്ചാണ്. ഹൗസസ് പാത്ത് ഗോൾ അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ബൈ റോബർട്ട് ഐ ഹൗസ് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അപ്രോച്ച് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ലീഡേഴ്സ് ആർ എഫക്റ്റീവ് ബിക്കോസ് ഓഫ് ഇൻഫ്ലുവൻസ് ഓൺ ഫോളോവേഴ്സ് മോട്ടിവേഷൻ, എബിലിറ്റി ടു പെർഫോം ആൻഡ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. ഫോളോവേഴ്സിൻ്റെ മോട്ടിവേഷൻ, അവരുടെ പെർഫോമൻസിലും അവരുടെ സാറ്റിസ്ഫാക്ഷനിലും അവർക്ക് ചെലുത്താൻ കഴിയുന്ന ഇൻഫ്ലുവൻസ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലീഡേഴ്സിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ നമുക്ക് പറയാൻ പറ്റുക. ഈ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു തിയറിയിൽ ഹൗസസ് പാത്ത് ഗോൾ അപ്രോച്ച്, ആ ഒരു തിയറിയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ദ ലീഡേഴ്സ് മസ്റ്റ് കൺസിഡർ 2 ഗ്രൂപ്പ് ഓഫ് സിറ്റുവേഷണൽ വേരിയബിൾസ്. ഇതും ഒരു കണ്ടിജൻസി അപ്രോച്ചാണ്. അതുകൊണ്ട് ഇവിടെയും സിറ്റുവേഷണൽ വേരിയബിൾസ് വെച്ചാണ് പറയുന്നത്. ഇവിടെ 2 സിറ്റുവേഷണൽ വേരിയബിൾസ് ഒരു ലീഡർ എന്ത് ചെയ്തിരിക്കണം, കൺസിഡർ ചെയ്തിരിക്കണം. ഒന്ന്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സബോർഡിനേറ്റ്സ് സച്ച് ആസ് ദെയർ നീഡ്സ്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് എബിലിറ്റീസ്. എന്താണ്, അവരുടെ ലീഡറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഫോളോവേഴ്സിൻ്റെ, എംപ്ലോയീസിൻ്റെ അവരുടെ നീഡ്സ്, അവരുടെ സെൽഫ് കോൺഫിഡൻസ്, അവരുടെ എബിലിറ്റി, അതിനെക്കുറിച്ചെല്ലാം എന്ത് ചെയ്തിരിക്കണം, അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കേസ്, ദ വർക്ക് എൻവയോൺമെൻറ്റ് സച്ച് ആസ് നേച്ചർ ഓഫ് ടാസ്ക്, അതോറിറ്റി സിസ്റ്റം ആൻഡ് റിവാർഡ് സിസ്റ്റം എക്സെട്ര. എന്താണ്, അപ്പോൾ ഒരു മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് റിവാർഡ് കൊടുക്കേണ്ടി വരും, അതിന് അതോറിറ്റിയുടെ എന്ത് കൊടുക്കേണ്ടി വരും, പെർമിഷൻ കിട്ടേണ്ടി വരും, പിന്നെ ടാസ്കിൻ്റെ നേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം, സിറ്റുവേഷണൽ വേരിയബിളായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൺസിഡർ ചെയ്തിരിക്കണമെന്നാണ് ഹൗസ് പാത്ത് ഗോൾ അപ്രോച്ച് പറയുന്നത്. ദർ ആർ 4 ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ബിഹേവിയർ ദാറ്റ് വുഡ് സപ്പോർട്ട് ദ അപ്രോച്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡർഷിപ്പ് ബിഹേവിയർ എത്ര ടൈപ്പ് ഉണ്ട്, 4 ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമതാണ് സപ്പോർട്ടീവ് ലീഡർഷിപ്പ്. സപ്പോർട്ടീവ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ആസ് ദ നെയിം സേസ് എന്താണ്, ഒരു ഫ്രണ്ട്ലി ആൻഡ് അപ്രോച്ചബിൾ മാനറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ പോകുന്നത്. ഹാസ് മോസ്റ്റ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫോളോവേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എഫക്റ്റാണ് എന്ത് ചെയ്യുന്നത്, സപ്പോർട്ടീവ് ലീഡർഷിപ്പിൽ ഉണ്ടാകുന്നത്. രണ്ടാമത് വരുന്നത് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ലീഡേഴ്സ് മേക്സ് ദ ഡിസിഷൻ വിത്ത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഫോളോവേഴ്സ്. എന്താണ്, ഫോളോവേഴ്സിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനോടെയാണ് എന്ത് ചെയ്യുന്നത്, ലീഡേഴ്സ് എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. ഹി ഇൻകോപ്പറേറ്റ് ദ സജഷൻസ് ഇൻ ഹിസ് ഡിസിഷൻസ്. ആ ഫോളോവേഴ്സിൻ്റെ സജഷൻസ് എന്ത് ചെയ്യുന്നു, അയാളുടെ ഡിസിഷൻസിൽ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരികയും ചെയ്യുന്നു. മൂന്നാമത് വരുന്നതാണ് ഇൻസ്ട്രുമെൻ്റൽ ലീഡർഷിപ്പ്. അതെന്ന് പറയുന്നത് ഡയറക്റ്റ് ലീഡർഷിപ്പിന് എന്നും പറയാറുണ്ട്. ലീഡേഴ്സ് ഫോക്കസസ് ഓൺ പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് സബോർഡിനേറ്റ്സിൻ്റെ ആക്ടിവിറ്റിയുടെ പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേഷൻ, ഇത്രയും കാര്യങ്ങളിലായിരിക്കും ലീഡേഴ്സ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. നാലാമത് വരുന്ന അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ്. എന്താണ്, അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴേക്ക് ചലഞ്ചിങ് ഗോൾസ് ഓഫ് ദ ഫോളോവേഴ്സ് ആൻഡ് സീക്സ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പെർഫോമൻസ് ബൈ ഡിസ്പ്ലേയിങ് കോൺഫിഡൻസ് ആൻഡ് എബിലിറ്റീസ് ടു ദ സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ കോൺഫിഡൻസും എബിലിറ്റീസും ഒക്കെ വർദ്ധിപ്പിച്ച് പെർഫോമൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനായിട്ട് എന്ത് ചെയ്യുന്നു, ഫോളോവേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഈ മോട്ടിവേഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുന്നിലേക്ക് പല ചലഞ്ചിങ് ആയിട്ടുള്ള ഗോൾസും അല്ലെങ്കിൽ പല ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കും കൊടുത്താണ് എന്ത് ചെയ്യുന്നത്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ലീഡർ ബിഹേവിയർ ഈസ് അക്സെപ്റ്റബിൾ ആൻഡ് സാറ്റിസ്ഫൈയിങ് ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ദ സബോർഡിനേറ്റ്സ് കൺസിഡർ സച്ച് ബിഹേവിയർ ആസ് എ ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ്, സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യുന്നു, ഈ ഒരു കാര്യത്തെ അവരുടെ ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അതായത് സാറ്റിസ്ഫാക്ഷനുള്ള ഇമ്മീഡിയറ്റ് സോഴ്സായിട്ട് അവരെന്ത് ചെയ്യുന്നു, കണക്കാക്കപ്പെടുന്നു. ലീഡർഷിപ്പ് ബിഹേവിയർ ഈസ് അക്സെപ്റ്റബിൾ ആൻഡ് സാറ്റിസ്ഫൈങ്. എന്താണ്, ഇതെപ്പോഴാണ് അവർ സോഴ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷനൊക്കെ എടുക്കുന്നത്, ആ ഒരു ലീഡറിൻ്റെ അവരുടെ സുപ്പീരിയർ ആയിട്ടുള്ള ലീഡറിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്
അക്സെപ്റ്റബിൾ ആയിരിക്കണം, സാറ്റിസ്ഫൈയിങ് ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ചാലഞ്ചിങ് ഗോൾസ് എല്ലാം അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ സോഴ്സ് ആയിട്ട് അവർക്ക് തോന്നുന്നു. ലീഡേഴ്സ് ബിഹേവിയർ ക്യാൻ ബി മോട്ടിവേറ്റഡ് ആൻഡ് സക്സസ്ഫുൾ. എന്താണ്, മോട്ടിവേഷനിലുമാണ് സക്സസ്ഫുള്ളും ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് ആർക്കുള്ളത്, ലീഡറിനുള്ളത്. സോ ഇത്രയുമാണ് എന്തിലുള്ളത്, ബിഹേവിയറൽ അല്ലെങ്കിൽ കണ്ടിജൻസി അപ്രോച്ചിലുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ടൈപ്പ് ഓഫ് തിയറി എന്ന് പറഞ്ഞാൽ കോണ്ടംപററി തിയറീസാണ്. അതിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസാക്ഷണൽ ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് തമ്മിലുള്ള ഡിഫറൻസാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പും ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പും തമ്മിലുള്ളൊരു കമ്പാരിസണാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് നോക്കുകയാണെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈൽ വിച്ച് എംപ്ലോയീസ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് റിവാർഡ്സും പണിഷ്മെൻറ്റും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്ന ഒരു ടൈപ്പ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതേസമയം ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ആണെങ്കിൽ എംപ്ലോയീസ് കരിസ്മ ആൻഡ് എന്തൂസിയാസം ടു മോട്ടിവേറ്റ് ഫോളോവേഴ്സ്. അവരുടെ എന്തൂസിയാസം അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക, ഓരോ വർക്ക് ചെയ്യുമ്പോഴുള്ള അവരുടെ ഉണ്ടാകുന്ന എന്തൂസിയാസം, ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ, സെൽഫ് കോൺഫിഡൻസ്, അതെല്ലാമാണ് എന്ത് ചെയ്യുന്നത്, ഫോളോവേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് നോക്കുകയാണെങ്കിൽ ലൈസ് എംഫസിസ് ഓൺ റിലേഷൻ വിത്ത് ഫോളോവേഴ്സ്. ഇവിടെ എന്താണ്, ഫോളോവേഴ്സിൻ്റെ റിലേഷനാണ് എന്ത് ചെയ്യുന്നത്, എംഫസിസ് കൊടുക്കുന്നത്. പക്ഷേ ട്രാൻസ്ഫോർമേഷനിലാണെങ്കിൽ ഫോളോവേഴ്സിൻ്റെ നീഡ്, അവരുടെ ഐഡിയാസ്, വാല്യൂസ്, മൊറാൽസ് അതിനെല്ലാം എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് റിയാക്റ്റീവാണ്, അതേസമയം ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പ്രൊആക്റ്റീവാണ്. ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിന് ഒരു സെറ്റിൽഡ് എൻവയോൺമെൻ്റ് ആണുള്ളത്, അതായത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് എൻവയോൺമെൻ്റ് ആണുള്ളത്. എന്നാൽ ട്രാൻസ്ഫോർമേഷൻ എൻവയോൺമെൻ്റ് എന്ന് പറയുമ്പോഴേക്കും ടർബുലൻ്റ് എൻവയോൺമെൻ്റ് ആണുള്ളത്, അതായത് മേ ബി ചേഞ്ചിങ് എന്നുള്ള ഒരു എൻവയോൺമെൻ്റാണ് എന്തിനുള്ളത്, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിലുള്ളത്. അടുത്ത് വരുന്ന ഡെവലപ്പിംഗ് ദ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ കൾച്ചറിനെ ഒരു ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ കൾച്ചറിനെ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്തെടുക്കുന്നു ഇവിടെ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിൽ. എന്നാൽ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ കൾച്ചറിനെ മാറ്റുകയാണ് അവിടെ ചെയ്യുന്നത്, അവിടെ മാറ്റി പുതിയത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് വരുന്നത്. ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിൽ ഒരു ലീഡർ ഉണ്ടാവുള്ളൂ, അതേസമയം ട്രാൻസ്ഫോർമേഷനിൽ ഒന്നിൽ കൂടുതൽ ലീഡേഴ്സ് ഉണ്ടാകുന്നു. ഫോക്കസ്ഡ് ഓൺ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. എന്താണ്, ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, റിസൾട്ട് കണ്ടെത്തുന്നു. ഇതാണ് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് വരുന്നത്. എന്നാൽ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിൽ മെയിനായിട്ട് നോക്കുന്നത് ഇന്നോവേഷനാണ്, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അട്രാക്ട്സ് ദ ഫോളോവേഴ്സ് ബൈ പുട്ടിങ് ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. എന്തിനാണ് പ്രയോറിറ്റി, അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ്, ഫോളോവേഴ്സിൻ്റെ സെൽഫ് ഇൻട്രസ്റ്റിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോളോവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത്. അതേസമയം ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഫോളോവേഴ്സിനെ അവർ അട്രാക്ട് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമ്മളെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ്. ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. അത് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ 6ാമത്തെ മൊഡ്യൂളിലെ 2ാം പാർട്ടായ കൺട്രോളിങ് അതിലേക്ക് പോകും. ഓക്കെ, താങ്ക് യു.